ഒരു കണ്ണെടുപ്പ് വെറുതെ വർത്തമാനം പറയണ്ട. കണ്ടെത്തി ആര് കണ്ടെത്തി? എന്ത് കണ്ടെത്തി? അത് പിന്നെ കണ്ടെത്തൽ ആരംഗീകരിക്കുന്നു? ഇവിടെ ആരംഗീകരിക്കുന്നു? ഏത് കണ്ടെത്തലാ? എന്തിൻ്റെ കണ്ടെത്തലിനെ പറ്റിയ ശുദ്ധ അസംബന്ധങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിനെല്ലാം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കുറേ മാധ്യമങ്ങളും ഭയങ്കരമായ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ. ഒരു ചുക്ക് പ്രത്യാഘാതം ഇതിൻ്റെ വായിട്ടുണ്ടാവില്ല, ഞങ്ങൾക്കറിയാം. തെരഞ്ഞെടുപ്പ് കാര്യത്തിലല്ല, ഏത് സാഹചര്യത്തിലും ഇത് ഗൂഢാലോചന. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും. പിന്നെ പറഞ്ഞതിൻ്റെ പച്ച മലയാളമല്ലേ. ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന തിരിച്ചറിയാനുള്ള കഴിവ് കേരളത്തിലുള്ള ജനങ്ങൾക്കുണ്ട്. അത് ജനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുകയും ചെയ്യും. സുപ്രീം കോടതി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് നിരന്തരമായിട്ടുള്ള ഒരു കാര്യവും ഗൗരവത്തിലെടുക്കാതെ എന്തും ചെയ്യാൻ മടിയുള്ള ഒരുതരം സെറ്റാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്. എന്നാൽ ഇത് പാർട്ടിയുടെ മേലെ കെട്ടിവെക്കാൻ വേണ്ടി പാർട്ടിയെ പ്രതിയാക്കുക, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന 3 നേതാക്കന്മാരെയും പ്രതിയാക്കുക, ഇങ്ങനെ ഓരോരോ കഥ പറഞ്ഞ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും CPIM-നെയും പ്രതിക്കൂട്ടിൽ നിർത്താം എന്നാണ് ED ധരിക്കുന്നതെങ്കിൽ അതിനെല്ലാം കൃത്യമായ മറുപടി കേരളത്തിലെ ജനങ്ങൾ നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതങ്ങനെ ശരിയാണ് ധരിക്കുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് ഞങ്ങളെല്ലാം പാർട്ടി എന്തോ ആയിപ്പോകുന്നുള്ളൂ. ഒന്നും സംഭവിക്കില്ല. ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. കാരണം കള്ളത്തരം പ്രചരിപ്പിക്കാനും കള്ളത്തരത്തെ അടിസ്ഥാനപ്പെടുത്തി നിലപാട് സ്വീകരിക്കാനും തയ്യാറാവുന്ന ഒരു ഏജൻസിയാണ് ED എന്ന് ആർക്കറിയാത്തത്? എല്ലാവർക്കും അറിയാം. പകൽ പിടിച്ച പോലെ അറിയാം. അത് ജനങ്ങളുടെ മുമ്പിൽ തന്നെ കൃത്യമായിട്ട് തുറന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കാര്യം മുന്നോട്ട്